നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് സ്വാഭാവിക നടപടിയെന്ന് തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് രാജ്യം മുഴുവൻ ഏറെ ചർച്ച ചെയ്തതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. EDയുടെ നോട്ടീസുകൾ കേജ്രിവാൾ പലവട്ടം തള്ളിക്കളഞ്ഞു. ഗുരുതരമായ കേസിലാണ് ഇപ്പോഴത്തെ നടപടി. ഈ നിയമം മുഖ്യമന്ത്രിക്കും ബാധകമാണെന്നും അദ്ദേഹം പറഞ്ഞു. EDയുടെ അന്വേഷണവുമായി സഹകരിക്കാത്തത് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. അതുകൊണ്ടാണ് അറസ്റ്റിലേക്ക് എത്തിയത്. നിയമം ലംഘിച്ചാൽ അതിന്റെ ഫലം എന്തായാലും അനുഭവിച്ചേ തീരൂ. അതിപ്പോ അരവിന്ദ് കെജ്രിവാൾ ആണോ, ചെറിയ നേതാവാണോ, വലിയ നേതാവാണോ എന്നില്ല. മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തെങ്കിലും ജയിലിലിരുന്ന് ഭരിക്കുമെന്നാണ് പാർട്ടി നേതാക്കളുടെ വാദം. എന്നാൽ ജയിലിലിരുന്ന് മുഖ്യമന്ത്രിക്ക് ഭരിക്കാനാവില്ല എന്നതാണ് വാസ്തവം. ഡൽഹി മന്ത്രിമാരായിരുന്ന മനീഷ് സിസോദിയ, സത്യരന്ത ജെയിനും അഴിക്കുള്ളിലായതോടെ രാജിവെക്കേണ്ടി വന്നിരുന്നു. ജയിൽ ചട്ടപ്രകാരം തടവുകാർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ പരിമിതികളുണ്ട്. അഥവാ ഭരിച്ചാൽ ഇത് ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് വഴിവെക്കും. തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജി മന്ത്രിയായി ജയിലിൽ തുടർന്നത് മദ്രാസ് ഹൈക്കോടതിയുടെ ചോദ്യം ചെയ്തിരുന്നു. ഭരണഘടനയുടെ 230AA പ്രകാരം ഭരണപ്രതിസന്ധിയെന്ന് ലഫ്റ്റനന്റ് ഗവർണർക്ക് ബോധ്യപ്പെട്ടാൽ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാനാകും. നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ആപ്പിന് ഇത് വൻ നഷ്ടമാകും സമ്മാനിക്കുക. എന്നാൽ രണ്ടാം നിര നേതാക്കളും ജയിലിലാണ്. പാർട്ടി രൂപീകരിച്ച ശേഷം ആദ്യമായി സഖ്യത്തിൽ മത്സരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആര് നയിക്കുമെന്നും ഏകോപിപ്പിക്കുമെന്നും വൻ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഇന്ന് കോടതിയിൽ ഡൽഹി മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ ആണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറഞ്ഞു. അനുകൂല നയരൂപീകരണത്തിന് പ്രതിഫലമായി കേജ്രിവാൾ സൗത്ത് ഗ്രൂപ്പിൽ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും ED വ്യക്തമാക്കി. കേസിൽ റോസ് അവന്യൂ കോടതിയിൽ വാദം തുടരുകയാണ്. ഡൽഹി മദ്യനയ രൂപീകരണത്തിൽ കേജ്രിവാൾ നേരിട്ട് പങ്കാളിയായിരുന്നു. കോടികൾ കൈക്കൂലി വാങ്ങിയാണ് നയം രൂപീകരിച്ചത്. കോഴപ്പണം കൈകാര്യം ചെയ്യുന്നതിൽ മുഖ്യമന്ത്രി ഇടപെട്ടു. കോഴപ്പണം AAP ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചുവെന്നും ED വാദിച്ചു. ഡൽഹി എക്സൈസ് നയം രൂപീകരിക്കാനുള്ള വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നുവെങ്കിലും ഇതൊരു കടലാസ സമിതിയായിരുന്നു. കൈക്കൂലി നൽകിയവർക്കും കൂടുതൽ പണം നൽകിയവർക്കും ലൈസൻസ് നൽകിയെന്നാണ് ED കണ്ടെത്തൽ. കോടതിയിൽ ഹാജരാക്കിയ കേജ്രിവാളിനെ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടണമെന്നും ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകൻ വിക്രം ചൗധരിയാണ് കേജ്രിവാളിന് വേണ്ടി ഹാജരായത്. അറസ്റ്റ് ചെയ്ത നടപടിക്രമങ്ങൾ പാലിച്ചാണെന്ന് ED കോടതിയിൽ പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു കോടതിയിൽ പറഞ്ഞു. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ വിജയ് നായർ കേജ്രിവാളിന്റെ വീടിനരികിലാണ് താമസിച്ചിരുന്നത്. AAPയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവിയായിരുന്നു വിജയ് നായർ. മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ടിന്റെ വീട്ടിൽ താമസിച്ചാണ് വിജയ് നായർ കൈക്കൂലി ഇടപാടുകൾക്ക് ഇടനില നിന്നത്. സൗത്ത് ഗ്രൂപ്പിന്റെയും AAPയുടെയും ഇടനിലക്കാരനായാണ് വിജയ് നായർ പ്രവർത്തിച്ചത്. നയരൂപീകരണത്തിന്റെ പേരിൽ സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടു. കേസിൽ ചോദ്യം ചെയ്ത പലരുടെയും മൊഴികളിൽ നിന്നും ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട്.